കാലിക്കറ്റ് സർവകലാശാല 4ാം സെമസ്റ്റർ ഡിഗ്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയത് അധ്യാപകനെന്ന് കണ്ടെത്തൽ. കൊടുങ്ങല്ലൂർ പൊയ്യാസ് ചെല്ലാം മേരീസ് കോളേജിലെ അധ്യാപകനാണ് ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചത്. പരീക്ഷാ വിജിലൻസ് സ്ക്വാഡിന്റേതാണ് ഈ കണ്ടെത്തൽ. ജൂൺ 11 നടന്ന 4ാം സെമസ്റ്റർ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. വിവരങ്ങൾ നൽകാൻ സലാം ചേരുന്നുണ്ട്. സലാം, ഈ ചോദ്യപേപ്പർ ചോർച്ച എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? അധ്യാപകന്റെ പങ്ക് എന്താണ്? നോഫൽ, ജൂൺ 11 ഈ പരീക്ഷ നടക്കുന്നത്. ബിരുദ 4ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുമ്പായി തന്നെ പ്രചരിച്ചതായി കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള പരാതികളും ഉയർന്നിരുന്നു. ആ ഒരു പരാതിയിലാണ് ഇപ്പോൾ പരീക്ഷാ വിജിലൻസ് കോഡിന്റെ ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഇത് അധ്യാപകൻ തന്നെ, അതായത് ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സ്റ്റെല്ല മേരീസ് എന്ന് പറയുന്ന പൊയ്യയിലെ ഒരു കോളേജിലെ അധ്യാപകൻ തന്നെയാണ് ഈ പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊണ്ട് വാട്സപ്പിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ആ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ എക്സാമിനേഷൻ വിജിലൻസ് കോഡിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് സമർപ്പിക്കുകയും അതേ തുടർന്ന് ഈ പരീക്ഷ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ നടത്തിപ്പ് സുതാര്യമെന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ ഈ സർവകലാശാല അധികൃതർ പറയുമ്പോഴാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുമ്പായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകുന്നത് ഒരു അധ്യാപകൻ തന്നെയാണെന്ന് കണ്ടെത്തുന്നു. ആ ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്നും പരീക്ഷ നിർത്തിവെക്കൽ, പരീക്ഷ ക്യാൻസൽ ചെയ്തുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പരീക്ഷാ പേപ്പർ വിദ്യാർത്ഥികളുടെ 4ാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികളുടെ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുമ്പായി തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ആ രീതിയിലൊരു ചോർച്ച സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു അധ്യാപകൻ തന്നെയാണ് ചോർത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ആ കണ്ടെത്തലിനെ തുടർന്ന് ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിയതായ ഒരു തീരുമാനം ഈ വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടാകുകയും ചെയ്തിരിക്കുന്നു. ഈ പരീക്ഷാ വിജിലൻസ് കോഡാണ് ഈ അധ്യാപകനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു പോലീസ് കേസായി മാറാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും നോഫൽ, ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഒരു പക്ഷേ വൈസ് ചാൻസലർ തുടർ നടപടികൾ സ്വീകരിക്കുക. സ്വാഭാവികമായും ഈ അധ്യാപകനെതിരെ പോലീസ് കേസ് അടക്കമുള്ള ക്രിമിനൽ നടപടികളിലേക്ക് സർവകലാശാല കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമികമായി ഈ കണ്ടെത്തലിനെ തുടർന്ന് ഈ അധ്യാപകൻ ഈ പരീക്ഷാ പേപ്പർ ചോർത്തിയതായി കണ്ടെത്തുകയും ആ രീതിയിൽ പരീക്ഷ റദ്ദാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ സ്വാഭാവികമായും തുടർ നടപടികൾ എന്ന സ്ഥിതിക്ക് ഈ പരീക്ഷ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയത് എന്ന രീതിയിൽ കണ്ടെത്തണം. അതുപോലെ ഈ അധ്യാപകനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. ഈ നടപടികളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പരീക്ഷാ വിജിലൻസ് കോഡ് ഇപ്പോൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ സ്റ്റെല്ല മേരീസ് എന്ന് പറയുന്ന പൊയ്യയിലെ ഈ കോളേജിലെ അധ്യാപകൻ തന്നെയാണ് ഈ പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്നതിന് മുമ്പ് വാട്സപ്പിൽ നൽകിയത് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. തന്റെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്? നിലവിൽ ഈ എക്സാമിനേഷൻ വിജിലൻസ് കോഡ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്റ്റെല്ല മേരീസ് എന്ന് പറയുന്ന പൊയ്യയിലെ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ അധ്യാപകൻ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്നുള്ളതാണ്. മറ്റു വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്കാണോ അല്ലെങ്കിൽ ആ കോളേജിലെ തന്റെ കീഴിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് നൽകിയിട്ടുണ്ടോ? സൈഫുദ്ദീൻ, എക്സാമിനേഷൻ വിജിലൻസ് കോഡിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വാട്സപ്പ് വഴി ഈ ചോദ്യപേപ്പർ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അധ്യാപകൻ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ആ രീതിയിൽ ഒരു അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രവചനം വിദ്യാർത്ഥികളോട് ഈ ചോദ്യപേപ്പർ സംബന്ധിച്ച് നടത്തി. അങ്ങനെ ഈ ചോദ്യപേപ്പർ തന്നെ, അതായത് ഈ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യപേപ്പർ തന്നെ, ആ ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പർ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകി എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ അധ്യാപകൻ ചെയ്തിരിക്കുന്നത് ഈ ചോദ്യപേപ്പർ പരീക്ഷയുടെ ഈ സർവകലാശാല വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർത്തി നൽകി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പരീക്ഷയ്ക്ക് വന്ന അതേ ചോദ്യപേപ്പർ 11 തീയതി ജൂൺ 11 നടന്ന ആർക്കിടെക്ചർ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ പരീക്ഷയ്ക്ക് വന്ന അതേ ചോദ്യപേപ്പർ തന്നെ നേരത്തെ പരീക്ഷ നടക്കുന്നതിന് മുമ്പായി തന്നെ വിദ്യാർത്ഥികൾക്ക് വാട്സപ്പിൽ നൽകി എന്നുള്ള ഒരു കണ്ടെത്തലാണ് വിജിലൻസ് കോഡിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഈ പരീക്ഷ പൂർണ്ണമായും റദ്ദു ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ എന്നായിരിക്കും പരീക്ഷ ഡേറ്റ് എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ പുതുക്കിയ പരീക്ഷാ തീയതിയൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിലായിരിക്കും അറിയിക്കുക. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ക്രിമിനൽ നടപടികളിലേക്ക് സർവകലാശാല കടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നൗഫൽ.